അടയ്ക്കപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടിയത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ക്രിയാത്മകമായിട്ട് ഇടപെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷായ്ക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ശ്രീ വിഷ്ണുദേവ് സായിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയ്ക്കും ഇതിനുവേണ്ടിയുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായപ്രകാരം അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിയുടെ സംസ്ഥാന ഘടകത്തിന്റെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. അതേസമയം പല രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ബിജെപിയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖറും ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പരിശ്രമത്തിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നൽകിയ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെയും ബിജെപി നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് സർക്കാർ ഛത്തീസ്ഗഡിൽ നടപ്പാക്കിയ നിയമപ്രകാരമാണ് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ നിയമം ജാമ്യമില്ലാ വകുപ്പാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കേരളത്തിന്റെ പൊതു താൽപര്യപ്രകാരവും അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ താൽപര്യപ്രകാരവും അവർ നിരപരാധികളാണ് എന്നും അല്ലെങ്കിൽ അവർ ജാമ്യത്തിന് അർഹരാണ് എന്നും നിയമപരമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ സംഭവമുണ്ടായ അന്നു മുതൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന്റെ വിജയമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും പൊതുവെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേകിച്ചും എടുത്ത നിലപാടിന് ഉണ്ടായ സ്വാഭാവികമായിട്ട വിജയമായിട്ട് ബിജെപി സംസ്ഥാന ഘടകം കാണുകയാണ്. ബിജെപിയെ സംബന്ധിച്ച് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് അവിടെ ഛത്തീസ്ഗഡിലെ ബിജെപി നേതൃത്വം സ്വീകരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ബിജെപി നേതൃത്വം അവർക്ക് ജാമ്യം കിട്ടാൻ ഇടപെട്ടു എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ 2 ധ്രുവങ്ങളിലാണ് 2 സ്റ്റേറ്റിലെ ബിജെപി നേതൃത്വങ്ങൾ എന്ന പ്രത്യേകതയും ഇക്കാര്യത്തിലുണ്ട്. ബിജെപി രാഷ്ട്രീയപരമായ വലിയ വെല്ലുവിളി ഇക്കാര്യത്തിൽ നേരിടുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ജയിലിന് മുന്നിലെ ദൃശ്യങ്ങളാണ്. അവർ പുറത്തു വരുന്നതിന് വേണ്ടി കാത്തിരിപ്പാണ്. MG മിഥുൻ എപ്പോഴേക്ക് അവർ പുറത്തു വരും? ഓർഡർ നടപടികൾ വളരെ വേഗത്തിൽ നീങ്ങുമെന്ന് കരുതാം അല്ലേ? അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം സജിത്ത്. ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്കൊക്കെ ശേഷം ഇവർക്ക് പുറത്തിറങ്ങാനാകുമെന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ കരുതുന്നത്. ആ പ്രതീക്ഷയോട് തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. കാരണം ഈ കോടതിയിൽ നിന്ന്, ഈ ബിലാസ്പൂരിലെ കോടതിയിൽ നിന്ന് ഈ ദുർഗ് ജയിലിലേക്ക് ഏകദേശം 150 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നുള്ളതാണ്. ഒരു 3 മണിക്കൂറിനകത്ത് അടുപ്പിച്ച് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഹാർഡ് കോപ്പി ജയിലിലേക്ക് നേരിട്ട് എത്തിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ അത് എത്തിയാൽ ഇവർക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാം. ജയിലിൽ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ രേഖകൾ കിട്ടിയാൽ അല്ലെങ്കിൽ ഈ ഓർഡർ കിട്ടിയാൽ ഉടൻ തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ കന്യാസ്ത്രീകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. 9 ദിവസത്തെ കാത്തിരിപ്പാണ്. ഏവരും കാത്തിരുന്ന പോലെ തന്നെ ആ ഒരു കേസിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം രാജ്യമെമ്പാടും ചർച്ച ചെയ്ത വിഷയമാണ്. ദേശീയതലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. പാർലമെന്റ് ഇരുസഭകളിലും പല ദിവസങ്ങളിലും വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. പല ദിവസങ്ങളിലും രാജ്യസഭയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമാകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ചർച്ചയ്ക്കെടുക്കാൻ ഈ പാർലമെന്റ് ഇരുസഭകളിലും ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പാർലമെന്റ് പ്രധാന കവാടത്തിന് മുന്നിലും നടുത്തളത്തിലുമൊക്കെ വലിയ പ്രതിഷേധത്തിനും സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി UF നേതാക്കൾക്ക് കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാകുകയും ഒപ്പം തന്നെ ഈ ചില ഉറപ്പുകൾ നൽകുകയും ചെയ്ത ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കാമെന്നുള്ളൊരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്ത് പിന്നെ
നിയമോപദേശം ലഭിച്ചു. NIA കോടതിയെ സമീപിച്ചാൽ മതി. ഒരു പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചാൽ, അതായത് സെഷൻസ് കോടതി ഈ കേസ് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം NIA കോടതിക്ക് കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ NIA കോടതിയെ സമീപിക്കുന്നതാണ് ഇത് ഉചിതം. അതല്ല, മറിച്ച് ഹൈക്കോടതിയെ സമീപിച്ചാൽ കൂടുതൽ കാലതാമസം നേരിടേണ്ടി വരും. കേസ് പരിഗണിക്കുന്നത് കൂടുതൽ കാലത്തേക്ക് മാറ്റിവെക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കണമെങ്കിൽ NIA കോടതിയിൽ തന്നെ ഹർജി നൽകണമെന്നുള്ളൊരു നിയമോപദേശം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് ഈ ബിലാസ്പൂരിലെ NIA കോടതിയെ അഭിഭാഷകർ സമീപിക്കുന്നത്. കന്യാസ്ത്രീകൾക്കായി അമൃതദാസ് ആയിരുന്നു, മുതിർന്ന അഭിഭാഷകൻ അമൃതദാസ് ആയിരുന്നു ഹിയറിംഗിൽ പങ്കെടുക്കുകയും ചെയ്ത് അതിൽ കൃത്യമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 കന്യാസ്ത്രീകൾക്കും ജാമ്യം ഉപാധികളോടെ അനുവദിച്ചിരിക്കുന്നത്. സൈതം, എന്തായാലും 2 കന്യാസ്ത്രീകൾക്കും ഉപാധികളോടെ ജാമ്യ വ്യവസ്ഥകൾ വലിയ കടുപ്പമുള്ള വ്യവസ്ഥകളല്ല. രാജ്യം വിട്ടു പോകരുത്, പാസ്പോർട്ട് ഹാജരാക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്തായാലും അവർക്ക് പുറത്തിറങ്ങാം. അല്പസമയത്തിനുള്ളിൽ തന്നെ കന്യാസ്ത്രീകൾ 2 പേരും പുറത്തിറങ്ങുമെന്ന്